മറ്റത്തൂരിലുണ്ടായ സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതാണല്ലോ. തൃശൂർ മറ്റത്തൂരിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് കോൺഗ്രസ് BJP കൂട്ടുകെട്ട് അറിയാതെ എന്ന് കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ഒരു പഞ്ചായത്ത് അംഗം ഇപ്പോൾ പറയുന്നുണ്ട്. വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയപ്പോഴാണ് BJP കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ച് താൻ അറിഞ്ഞത്. വർഗീയ ശക്തിയായ BJPയുമായി പ്രവർത്തിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുമാണ് അക്ഷയ് പറയുന്നത്. മറ്റത്തൂരിൽ കോൺഗ്രസിലെ 8 അംഗങ്ങളും രാജിവെച്ച് BJP പിന്തുണച്ചിരുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. മറ്റത്തൂരിലെ കോൺഗ്രസ് BJP കൂട്ടുകെട്ടിന്റെ എതിരഭിപ്രായം രേഖപ്പെടുത്താനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് നടന്ന പ്രസിഡന്റ് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് BJP കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരം കിട്ടുന്നത്. ഇത് ഒന്നും അറിയാതെയാണ് ഇന്ന് രാവിലെ നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നായിട്ട് ഞങ്ങളിൽ നിന്ന് ഒപ്പിട്ട് വാങ്ങിയത്. പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ പോവാന്ന് പറഞ്ഞിട്ടാണ് ഒപ്പിട്ട് വാങ്ങിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്റെ ഒപ്പ് രേഖപ്പെടുത്തിയത്. ഇങ്ങനെയാണ് ഇപ്പോൾ അക്ഷയ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മറ്റത്തൂരിൽ വലിയ രീതിയിലുള്ള നാടകീയ സംഭവങ്ങളാണ് ഉണ്ടായത്. നമ്മൾ ആ കണക്കുകളൊക്കെ തന്നെയും കേട്ടതാണ്. MS ലിഷോയ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഈ മറ്റത്തൂരിൽ ഇങ്ങനെ മലക്കമറിച്ചിലുകളാണല്ലേ? കഴിഞ്ഞ ദിവസം വോട്ടിന്റെ കാര്യം ഇന്നിപ്പോൾ തിരുത്തി പറയുന്നു, അറിയാതെയാണെന്ന് പറയുന്നു. എന്താണ് ശരിക്കും ഉണ്ടായത്? ഇതിപ്പോൾ ഇങ്ങനെ മാറ്റി പറയാനുള്ള കാരണം എന്താണ്? അതായത് വലിയ വിവാദമാവുകയും അതിനോടൊപ്പം തന്നെ കോൺഗ്രസ് സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ നാണക്കേടുണ്ടാക്കുന്ന ഒരു സംഭവമായിരുന്നു മറ്റത്തൂരിലേത്. മറ്റത്തൂരിൽ കോൺഗ്രസിന്റെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച 8 പേരാണ് പിന്നീട് ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇത്തരത്തിൽ 8 പേരും DCC പ്രസിഡന്റിന് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു എന്ന് കാണിച്ച് കത്ത് നൽകിയ ശേഷം BJPയുടെ പിന്തുണയോടുകൂടി അവിടെ ഭരണം കൈയടക്കുന്നത്. ഇതോടുകൂടിയാണ് BJP കോൺഗ്രസ് കൂട്ടുകെട്ട് എന്നുള്ള രീതിക്ക് മറ്റത്തൂരിലെ സംഭവങ്ങൾ എത്തുന്നത്. പക്ഷെ ഈ അക്ഷയ് പറയുന്നത് ഈ ഇത്തരത്തിൽ താൻ യാതൊരു വിധത്തിലും ഇങ്ങനെ BJPയുമായ ഒരു കൂട്ടുകെട്ടാണ് എന്ന് അറിഞ്ഞിരുന്നില്ല. മറ്റു ചിലരാണ് ഇത്തരത്തിൽ ഇതിനൊക്കെ തന്നെ പുറകിൽ ഉള്ളത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. കാരണം തനിക്ക് പാർട്ടി നേതൃത്വവുമായുള്ള ഒരു വിയോജിപ്പിനെ തുടർന്നാണ് ഇത്തരത്തിൽ രാജി വെച്ചത്. അതല്ലാതെ മറ്റൊരു തരത്തിലും ഈ രാജിവെക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. BJPയുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. വർഗീയ ശക്തിയായ BJPയുമായി പ്രവർത്തിക്കാൻ തനിക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുമാണ് അക്ഷയ് വ്യക്തമാക്കുന്നത്. പക്ഷെ അതേസമയം തന്നെ മറ്റത്തൂരിലെ വിഷയത്തിൽ വലിയ തോതിലുള്ള രാഷ്ട്രീയ ചർച്ചകൾ നടക്കുകയാണ്. BJP കോൺഗ്രസ് കൂട്ടുകെട്ട് എന്നുള്ള രീതിക്ക് അവിടെ ഇപ്പോഴും കാര്യങ്ങൾ പ്രചരണം നടക്കുന്നു. അതിനോടൊപ്പം തന്നെ CPMും മറ്റ് പാർട്ടികളും ഒക്കെ തന്നെ ഈ ഒരു കൂട്ടുകെട്ടിനെതിരെ പരസ്യമായി തന്നെ രംഗത്തെത്തിയിട്ടുമുണ്ട്. ശരി, MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.